ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. യു കെയിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്കും അതുപോലെ യു കെയിൽ ഇപ്പോൾ ഉള്ളവർക്കും എല്ലാവർക്കും നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ 2024 ഓഗസ്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ യു കെയിലെ ആവറേജ് റെൻറ്റ് ഏറ്റവും ഹയസ്റ്റ് റെക്കോർഡിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പം യു കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ONS ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് വാടകയുള്ളതും അതുപോലെ തന്നെ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം ബയേഴ്സിന് വീട് വാങ്ങിക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു 10 സ്ഥലങ്ങളിലെ പട്ടിക അവർ പുറത്തുവിട്ടിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു സർവേയിൽ അവർ ഏറ്റവും റെൻറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളല്ലേ ആ ഒരു റീജിയൻസ് നമുക്ക് നോക്കിയാൽ നോർത്ത് ഈസ്റ്റ് സൈഡിലാണ് റെൻറ്റ് അഫോർഡബിൾ ആയിട്ട് വീടുകൾ വാങ്ങിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ നോർത്ത് ഈസ്റ്റാണ് ആദ്യം, അതുപോലെ വെയിൽസ്, യോർക്ക്ഷയർ, ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, നോർത്ത് വെസ്റ്റ് സൈഡുകളിലാണ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യമായിട്ട് ഇവർ ഈ ഒരു ONSൻ്റെ സർവേ എന്തൊക്കെ ബേസ് ചെയ്താണ് മെയിനായിട്ട് ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവർ മെയിനായിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു സാലറി റെൻറ്റ് അനുപാതം, നമുക്ക് എത്ര സാലറി കിട്ടുന്നുണ്ടോ നമുക്ക് അതിൽ നിന്ന് എത്ര റെൻറ്റ് നമ്മൾ കൊടുക്കുന്നു ആ ഒരു അനുപാതത്തെ വെച്ചിട്ടും, അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി വീട് വിലയും റെൻറ്റും ഒക്കെ അഫോർഡബിളായിട്ട് പോകുന്നതുമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ, ചീപ്പസ്റ്റ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ, അവിടുത്തെ ഈ ഒരു അഫോർഡബിലിറ്റി അല്ലെങ്കിൽ ഓഫ് ലിവിങ്ങും എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു സർവേ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു 10 സ്ഥലങ്ങളെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന സാലറിയും ആ ഒരു റെൻറ്റ് അനുപാതം വെച്ചിട്ടാണ് ഏറ്റവും മെയിനായിട്ട് അവർ ഈ ഒരു 10 സ്ഥലങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് അബർഡീനാണ്. അബർഡീൻ നമ്മുടെ സ്കോട്ട്ലൻഡിലുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വളരെ സേഫസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നോർത്ത് ഈസ്റ്റ് സ്കോട്ട്ലൻഡിലുള്ള ഒരു പോർട്ട് സിറ്റിയാണ് ഈ ഒരു അബർഡീൻ. ഈ അബർഡീൻ ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഈ ഒരു സ്ഥലം അറിയാവുന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീട് റെൻറ്റും അതുപോലെ അഫോർഡബിലിറ്റി, വീടുകൾ വാങ്ങിക്കുന്നതിനുള്ള അഫോർഡബിലിറ്റി എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് അബർഡീൻ. അതുപോലെ വളരെ നല്ലതും ചീപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു സ്കോട്ട്ലൻഡിലുള്ള അബർഡീൻ. ഇപ്പം വളരെ നിറയെ മലയാളികൾ സെറ്റിലാകുന്ന വീടുകൾ വാങ്ങിക്കാനാണെങ്കിലും റെൻറ്റിനാണെങ്കിലും വന്ന് സെറ്റിലാകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്കോട്ട്ലൻഡിലുള്ള ഈ ഒരു അബർഡീൻ. സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റലായ എഡിൻബർഗിൽ നിന്നും ഏകദേശം 2.5 മണിക്കൂറാണ് അബർഡീനിലേക്കുള്ളത്. ഒരു ഫസ്റ്റ് ടൈം ബയേഴ്സിൻ്റെ ഒരു ആവറേജ് പ്രൈസ്, നമ്മൾ ഒരു വീട് പുതുതായിട്ട് വാങ്ങിക്കുന്ന ഒരു ആവറേജ് ഫസ്റ്റ് ടൈം ബയേഴ്സിൻ്റെ പ്രൈസ് വരുന്നത് 1,02,601. മന്ത്ലി നമ്മുടെ മോർഗേജ് വരുന്നത് 406 പൗണ്ട് 406 ആണ്. അതുപോലെ മന്ത്ലി റെൻ്റൽ പേയ്മെൻറ്റ് വരുന്നത് 700 പൗണ്ടാണ്. ഈ അബർഡീനിലൊക്കെ കഴിഞ്ഞ ഒരു 6 മാസമൊക്കെ മുമ്പൊക്കെ ഈ ഒരു 600 സംതിങ് ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് മാക്സിമം അത് 700 പൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. എങ്കിലും ഇപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ് അബർഡീൻ. നിരവധി കേരള റെസ്റ്റോറൻറ്റുകളെ, കേരള ഷോപ്പുകളെ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ അബർഡീൻ. മോസ്റ്റ് അഫോർഡബിൾ പ്ലേസ്, ഒരു ലോങ് ടേം ആയിട്ട് മോസ്റ്റ് അഫോർഡബിൾ പ്ലേസ് ആണ് സ്കോട്ട്ലൻഡിലെ തന്നെ ഒരു മോസ്റ്റ് അഫോർഡബിൾ, യു കെയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ പ്ലേസ് ആണ് അബർഡീൻ. അപ്പം ഫസ്റ്റ് അബർഡീൻ ആയിരുന്നു. നമുക്ക് രണ്ടാമത്തെ സ്ഥലം നമ്മുടെ പട്ടികയിൽ ONSൻ്റെ പട്ടികയിൽ വന്നിരിക്കുന്നത് ബ്രാഡ്ഫോർഡാണ്. ബ്രാഡ്ഫോർഡ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് ബ്രാഡ്ഫോർഡ്. ഇംഗ്ലണ്ടിലുള്ള വെസ്റ്റ് യോർക്ക്ഷയറിലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ബ്രാഡ്ഫോർഡ്. ഇത് ലീഡ്സിനും മാഞ്ചസ്റ്ററിനും ഒക്കെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഏകദേശം അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ബ്രാഡ്ഫോർഡ്. ടൈം ബയ്യറിന് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി ഒരു 2 BHKയുടെ ഒരു ഇതാണ് പറയുന്നത്. അവർ ഫസ്റ്റ് ടൈം ബയ്യറിന് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കൊടുക്കേണ്ടി വരുന്നത് 1,07,929 പൗണ്ടാണ്. 1,07,929 പൗണ്ടാണ് ഫസ്റ്റ് ടൈം ബയ്യേഴ്സിൻ്റെ വീട് വാങ്ങാൻ വേണ്ടി കൊടുക്കേണ്ടി വരുന്നത്. നമുക്ക് അവരുടെ അതിൻ്റെ ഒരു മോർഗേജ് പ്രൈസ് വരുന്നത് 400 പൗണ്ടാണ് പെർ മന്ത് വരുന്നത്. അപ്പോൾ 2 BHK നമ്മുടെ ബ്രാഡ്ഫോർഡിലെ 2 BHK റെൻറ്റ് വരുന്നത് 714 പൗണ്ടാണ്. ആവറേജ് റെൻ്റാണ് ഈ പറയുന്നത്. BHK കിട്ടണമെന്നുണ്ടെങ്കിൽ 714 പൗണ്ട് ആവറേജ് റെൻറ്റ് നമ്മൾ കൊടുക്കണം. മലയാളികൾ ഇപ്പം വളരെയധികം ഉള്ള സ്ഥലമാണ് ബ്രാഡ്ഫോർഡിൽ പണ്ട് മുതലേ മലയാളികൾ താമസിക്കുന്ന, ഇന്ത്യൻസൊക്കെ വളരെയധികം താമസിക്കുന്ന ഒരു സ്ഥലമാണ് ബ്രാഡ്ഫോർഡ്. ഇത് നമുക്ക് ലണ്ടനിൽ നിന്നുള്ള ബ്രാഡ്ഫോർഡിലേക്കുള്ള ഡിസ്റ്റൻസ് 4 മണിക്കൂറാണ്. ഇന്ത്യൻ ഷോപ്പുകളും ഗ്രോസറീസും റെസ്റ്റോറൻറ്റുകളും എല്ലാം അവൈലബിൾ ആണ് ബ്രാഡ്ഫോർഡിൽ.
അപ്പോൾ രണ്ടാമത്തെ സ്ഥലം ONS തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ സ്ഥലം അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലം ബ്രാഡ്ഫോർഡാണ്. അത് ഇനി നമുക്ക് മൂന്നാമത്തെ സ്ഥലം നോക്കാം. മൂന്നാമത്തെ സ്ഥലം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. സണ്ടർലാൻഡാണ് ഈ ലിസ്റ്റിലെ മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സണ്ടർലാൻഡ് നമ്മുടെ ടൈൻ ആൻഡ് വിയറിൽ ഉള്ള ഒരു പോർട്ട് സിറ്റിയാണ്. നമ്മുടെ നിയർ ടു ന്യൂകാസ്റ്റലിന് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സണ്ടർലാൻഡ്. ഒരു പോർട്ട് സിറ്റിയാണ് സണ്ടർലാൻഡ്. ഒരു സീസൈഡ് സ്ഥലം എന്ന് നമുക്ക് പറയാം. സണ്ടർലാൻഡ് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇതിലേക്ക് ഫുട്ബോൾ ക്ലബ്ബൊക്കെ ഉള്ള സ്ഥലമാണ് സണ്ടർലാൻഡ്. പുതിയ വീട് വാങ്ങിക്കുമ്പോൾ ആവറേജ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഏകദേശം 1,12,263 പൗണ്ടാണ്. 1,11,263 പൗണ്ടാണ് നമുക്ക് ഒരു ആവറേജ് വീട് വാങ്ങിക്കുന്നത് ഫസ്റ്റ് ടൈം ബൈ എന്ന് വരുന്നത്. അടുത്ത നമുക്ക് ആവറേജ് ഒരു മന്ത്ലി മോർഗേജ് എത്ര വരുമെന്ന് നോക്കാം. 413 പൗണ്ടാണ് ആവറേജ് മോർഗേജ് വരുന്നത്. അടുത്തത് നമുക്ക് ആവറേജ് റെൻറ്റ് നമുക്ക് ഈ സണ്ടർലാൻഡിൽ എത്രയാണ് ഒരു 2 BHK ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ 648 പൗണ്ടാണ് ഒരു അത്യാവശ്യം നല്ലൊരു 2 BHK കിട്ടണമെങ്കിൽ സണ്ടർലാൻഡിൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. 648 പൗണ്ട് പെർ മന്ത് ആണ് ആവറേജ് റെൻറ്റ് വരുന്നത്. മലയാളികളെ ഏറ്റവും അധികം ഇപ്പോൾ ഉള്ള സ്ഥലമാണ് ഈ ഒരു സണ്ടർലാൻഡ്. നിന്ന് ലണ്ടൻ വരേക്കുമുള്ള ഒരു ഡിസ്റ്റൻസ് 5 മണിക്കൂറാണ്. 5 മണിക്കൂർ ട്രാവലുണ്ട്. അതുപോലെ നമുക്ക് സ്കോട്ട്ലൻഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 2.5 മണിക്കൂറാണ് സണ്ടർലാൻഡിൽ നിന്നും സ്കോട്ട്ലൻഡിലേക്കുള്ള ദൂരം. അപ്പം സ്കോട്ട്ലൻഡിനും എഡിൻബർഗിനൊക്കെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് സണ്ടർലാൻഡ്. അപ്പം മൂന്നാമത്തെ സ്ഥലം സണ്ടർലാൻഡ് ആയിരുന്നു. സണ്ടർലാൻഡ് വളരെ സുപരിചിതമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. വളരെ കാലങ്ങളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത്യാവശ്യം ഒരു അഫോർഡബിലിറ്റി നിലനിർത്തി വരുന്ന ഒരു സ്ഥലമാണ് സണ്ടർലാൻഡ്. അടുത്തത് നമ്മുടെ കാലയിലാണ്. കാലൈ ഉംബ്രിയ കൗണ്ടിയിലുള്ള ഒരു കത്തീഡ്രൽ സിറ്റിയാണ്, ഒരു ഹിസ്റ്റോറിക് സിറ്റിയാണ് നമ്മുടെ കാലയിൽ. ഈ ഒരു കാലയിലും വളരെ നാളുകളായിട്ട് വീടുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നോക്കുന്നവർക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു സിറ്റി തന്നെയാണ് കാലയിൽ. കുറേ നാളുകളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ കുറേ ലിസ്റ്റുകളിലൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ കാലയിൽ. ആവറേജ് ആസ്കിംഗ് പ്രൈസ് ഫോർ ഒരു ഫസ്റ്റ് ടൈം ബയ്യേഴ്സിൻ്റെ ഒരു ആവറേജ് ഒരു പുതിയ വീട് വാങ്ങിക്കാൻ വേണ്ടി ഒരു ആവറേജ് ആസ്കിംഗ് പ്രൈസ് 1,11,268 ആണ്. 1,11,268 പൗണ്ടാണ്. അടുത്തത് നമ്മുടെ ആ ഒരു മോർഗേജ് ഒരു മാസം എത്ര വരുന്നതെന്ന് പറഞ്ഞാൽ ആവറേജ് മോർഗേജ് വരുന്നത് 413 പൗണ്ടാണ്, 413 പൗണ്ടാണ്. അതുപോലെ ആവറേജ് റെൻറ്റ് ഒരു 2 BHK ഒക്കെ വരുന്നത് ഈ 607 പൗണ്ട്, 607 പൗണ്ട്സ് ആണ് ആവറേജ് റെൻറ്റ് വരുന്നത് 2 BHK. ഇവിടെ ഇപ്പം ധാരാളം മലയാളീസ് ഉണ്ട്. പണ്ട് നേരത്തെയൊക്കെ ഇംഗ്ലീഷുകാരും മാത്രമുള്ളൊരു ഏരിയ ആയിരുന്നു. ഇപ്പം ധാരാളം മലയാളീസും ഇന്ത്യൻസും ഒക്കെ ആയി വരുന്നു. വളരെ നാളുകളായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള റെൻറ്റും വീടുകളുടെയൊക്കെ വിലയും ഒക്കെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തി വരുന്നൊരു സ്ഥലമാണ് ഒരു കാലയിൽ. അപ്പം വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ് കാലയിൽ. അടുത്തത് നാലാമത്തെ സ്ഥലം കാലയിലായിരുന്നു. അഞ്ചാമത്തെ സ്ഥലം പ്രിസ്റ്റൺ ആണ്. പ്രിസ്റ്റൺ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഉള്ള മലയാളികൾക്കൊക്കെ ഒരുവിധം വളരെ നല്ല രീതിയിൽ തന്നെ അറിയാവുന്ന ഒരു സ്ഥലമാണ് പ്രിസ്റ്റൺ. വളരെ ഇപ്പം നല്ല ഒരു ചെറിയൊരു സ്ഥലമാണെങ്കിൽ പോലും വളരെ ചെറിയൊരു കേരളം എന്ന് തന്നെ നമുക്ക് പറയാം പ്രിസ്റ്റണെ. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പ്രിസ്റ്റൺ. അപ്പോൾ ഈ ലങ്കാഷെയർ കൗണ്ടിയിലുള്ള ഒരു നോർത്തേൺ ഇംഗ്ലണ്ടിൽ ലങ്കാഷെയർ കൗണ്ടിയിലുള്ള ഒരു സ്ഥലമാണ്, ഒരു ചെറിയൊരു സ്ഥലമാണ് പ്രിസ്റ്റൺ. വളരെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രിസ്റ്റൺ. വളരെയധികം മലയാളികളും ഇന്ത്യൻസും മലയാളി റെസ്റ്റോറൻറ്റുകളും മലയാളി ഷോപ്പുകളും എല്ലാം ഉള്ള സ്ഥലം തന്നെയാണ് പ്രിസ്റ്റൺ. നമുക്ക് പ്രിസ്റ്റണിൽ ചെന്നാൽ ഇഷ്ടം പോലെ ചെറിയ ചെറിയ മലയാളി റെസ്റ്റോറൻറ്റുകൾ കാണാം. നമ്മുടെ മലയാളികളൊക്കെ ഒത്തിരി സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട് പ്രിസ്റ്റണിൽ. ആവറേജ് ആസ്കിംഗ് പ്രൈസ് ഒരു ഫസ്റ്റ് ടൈം ബയേഴ്സിന് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി ആവറേജ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,12,273 പൗണ്ടാണ്. 1,12,273 പൗണ്ടാണ് ഒരു ആവറേജ് ഫസ്റ്റ് ടൈം ബയറിനുള്ള പ്രൈസ് വരുന്നത്. അത് നമുക്കൊരു മോർഗേജ് ഒരു മന്ത്ലി ഒരു 416 പൗണ്ടോളം ആവറേജ് വരും. അതുപോലെ തന്നെ നമുക്ക് അവിടെ പ്രിസ്റ്റണിൽ ഒരു ആവറേജ് 2 BHK ഒരു റെൻറ്റ് വരുന്നത് 787 പൗണ്ടാണ്. പ്രിസ്റ്റണിലൊക്കെ ഇപ്പോൾ റെൻറ്റ് കൂടിയിട്ടുണ്ട്, എങ്കിലും ഇപ്പോഴും അഫോർഡബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പ്രിസ്റ്റൺ. 787 പൗണ്ടാണ് ഒരു ആവറേജ് റെൻറ്റ് 2 BHK. നമ്മുടെ പ്രിസ്റ്റൺ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലവും മലയാളി ഫ്രണ്ട്ലി, ഒരു കേരള ഫ്രണ്ട്ലി സ്ഥലം എന്ന് പറയാം നമുക്ക് പ്രിസ്റ്റണെ. അടുത്തത് നമ്മുടെ ആറാമത്തെ സ്ഥലം ഹള്ളാണ്. കിങ്സ്റ്റൺ അപ്പോൺ ഹള്ളാണ്. ഹള്ളും ഒരുവിധപ്പെട്ട എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഇത് ഈസ്റ്റ് യോർക്ക്ഷയർ ഇംഗ്ലണ്ടിലുള്ള ഒരു പോർട്ട് സിറ്റിയാണ് ഹള്ള്. ഒരു പോർട്ട് സിറ്റിയാണ്, നമ്മുടെ മെയിൻ ഒരു പോർട്ട് എന്ന് തന്നെ പറയാം UK ഹള്ള്. അതൊരു ആവറേജ് ആസ്കിംഗ് പ്രൈസ് ഒരു ഫസ്റ്റ് ടൈം ബയേഴ്സിനൊക്കെ ഒരു ആവറേജ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,13,920 പൗണ്ടാണ്. 1,13,920 പൗണ്ടാണ് ഒരു ഫസ്റ്റ് ടൈം ബയേഴ്സിന് പുതിയൊരു വീട് വാങ്ങിക്കണമെങ്കിൽ കൊടുക്കേണ്ടി വരുന്നത്.
അതിൻ്റെ ഒരു മോർഗേജ് പെർ മന്ത് വരുന്നത് 423 പൗണ്ടാണ് ആവറേജ് വരുന്നത്. ആവറേജ് മന്ത്ലി റെൻറ്റ് വരുന്നത് 638 പൗണ്ട്, 638 പൗണ്ടാണ് ആവറേജ് റെൻറ്റ് മന്ത്ലി വരുന്നത് ഹള്ളിൽ. വളരെ നാളുകളായിട്ട് അഫോർഡബിൾ ആയിട്ട് വീടുകൾ വാങ്ങാനും പുതിയ വീടുകൾ വാങ്ങാനും റെൻറ്റൊക്കെ അഫോർഡബിളായിട്ട് നിൽക്കുന്നൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഒരു കിങ്സ്റ്റൺ അപ്പോൺ ഹള്ള്. ഇന്ത്യൻസൊക്കെ മലയാളികളൊക്കെ ഇപ്പം ധാരാളമായിട്ട് ഉണ്ട്. ഹള്ളിൽ നിന്ന് ലണ്ടനിലേക്കുള്ളൊരു ദൂരം 3.25 മണിക്കൂറാണ്. അപ്പോൾ അടുത്തത് 6ാമത്തെ സ്ഥലം ഹള്ളായിരുന്നു. 7ാമത്തെ സ്ഥലം അടുത്തത് വരുന്നത് ഡണ്ടേ ആണ്. ഇവിടെയും കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിലുള്ള രണ്ടാമത്തെ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്ന 2ാമത്തെ സ്ഥലമാണ് ഡണ്ടി. അപ്പോൾ എഡിൻബർഗ്, സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റലായ എഡിൻബർഗ് സിറ്റിയുടെ ഏകദേശം അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഡണ്ടി. ഏകദേശം ഒരു 1.25 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഡണ്ടിയിൽ നിന്നും എഡിൻബർഗിലെത്താം. ആവറേജ് ഫസ്റ്റ് ടൈം ബയറിന് വരുന്നത് നമുക്ക് 1,16,091 പൗണ്ടാണ്. 1,16,191 പൗണ്ടാണ് ഒരു ഫസ്റ്റ് ടൈം ബയറിന് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി വരുന്നത്. ആവറേജ് ഒരു മന്ത്ലി മോർഗേജ് വരുന്നത് 460 പൗണ്ടും ആവറേജ് റെൻറ്റ് 2 BHK ഡണ്ടിയിൽ വരുന്നത് 821 പൗണ്ടുമാണ്. എഡിൻബർഗിന് അടുത്ത് കിടക്കുന്നതുകൊണ്ട് അത്യാവശ്യം റെൻറ്റൊക്കെ ഇപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഡണ്ടി. ഇന്ത്യൻസൊക്കെ ധാരാളമായി ഇപ്പോൾ ഉള്ളൊരു സ്ഥലമാണ്. അതുപോലെ സ്റ്റുഡൻറ്റ് സിറ്റി എന്നാണ് ഡണ്ടിയെ നമുക്ക് അറിയപ്പെടുന്നത്. നല്ല സ്കൂളുകളുള്ളതും നല്ല യൂണിവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ് ഈ ഒരു ഡണ്ടി. അപ്പം പിള്ളേരുടെയൊക്കെ എഡ്യൂക്കേഷൻ ഇതായിട്ട് നോക്കുന്നവർക്ക് ഡണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം. അഫോർഡബിളായിട്ടുള്ളൊരു സ്ഥലവും അതുപോലെ തന്നെ നല്ല ഒരു പെർഫെക്റ്റ് സ്റ്റുഡൻറ്റ് സിറ്റിയുമാണ് നമ്മുടെ ഡണ്ടി. അപ്പം വളരെ നല്ല ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ സ്കോട്ട്ലൻഡിലുള്ള ഡണ്ടി. അപ്പോൾ 7ാമത്തെ സ്ഥലം ഡണ്ടി ആയിരുന്നു. 8ാമത്തെ സ്ഥലം നമ്മുടെ സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റ് ആണ്. സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സ്ഥലമാണ് സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റ്. ഇതൊരു നമ്മുടെ ഇപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നതിൽ അവർ പറഞ്ഞേക്കുന്നത് ഒരു മേജർ സിറ്റി വെയർ റെൻറ്റ് മോസ്റ്റ് അഫോർഡബിൾ ഇൻ റിലേഷൻ ടു ദ ആവറേജ് സാലറി വെച്ചിട്ട് ഒരു മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റെൻ്റ് ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റ്. അപ്പോൾ ഈ ഒരു സെൻട്രൽ ഇംഗ്ലണ്ടിലുള്ളൊരു സ്ഥലമാണ് നമ്മുടെ സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റ്. ഒരു സിറ്റിയാണ് സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റ്. നമ്മുടെ ചെസ്റ്ററിനും ഡെർബിക്കും ഒക്കെ നടുക്ക് ഏകദേശം ഒരു മിഡിലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റ്. മലയാളികൾ ഇന്ത്യൻസും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റ്. അതുപോലെ മലയാളികളുടെയും നമ്മുടെ ഇന്ത്യൻസിൻ്റെയും ഒക്കെ കെയർ ഹോംസ്, നഴ്സിംഗ് ഹോംസുകൾ വളരെയധികം ഉള്ള ഒരു സ്ഥലമാണ്. ലണ്ടനിൽ നിന്ന് ഉൾപ്പെടെ വളരെയധികം ആളുകൾ, നിറയെ ആളുകൾ ഈ സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റിലൊക്കെ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. ഇഷ്ടം പോലെ നഴ്സിംഗ് ഹോമിലാണ് സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റിലുള്ളത്. അപ്പോൾ ഒരു ആവറേജ് ആസ്കിംഗ് പ്രൈസ് ഒരു പുതിയ വീടിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് 1,15,113 രൂപയാണ്. 1,17,113 പൗണ്ടാണ് നമുക്കൊരു ആവറേജ് പ്രൈസ് വരുന്നത് ഒരു പുതിയ വീട് വാങ്ങിക്കുമ്പോൾ. അതുപോലെ നമ്മുടെ ആവറേജ് ഒരു മോർഗേജ് വരുന്നത് 434 പൗണ്ട്. ഒരു 2 BHK നമുക്കൊരു റെൻറ്റ് സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റിൽ ഇപ്പോൾ ഉള്ളത് 700 പൗണ്ടും 701 പൗണ്ടുമാണ് ഒരു ആവറേജ് റെൻറ്റ് വരുന്നത്. സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റിലും റെൻറ്റൊക്കെ കൂടിയിട്ടുണ്ട്. ജോലി സാധ്യത ഉള്ളൊരു സ്ഥലമാണ്. അതുപോലെ ലണ്ടനിലേക്ക് 3 മണിക്കൂറാണ്. അതുപോലെ 8ാമത്തെ സ്ഥലം സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റ് ആയിരുന്നു. നമുക്ക് 9ാമത്തെ സ്ഥലം നമ്മുടെ യുഎൻഎസിൻ്റെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ദുറമാണ്. ദുറം നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ദുറം. ന്യൂകാസിലിൻ്റെ സൗത്ത് സൈഡിലായിട്ട് വരുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ദുറം. ആവറേജ് ഒരു പുതിയ ഒരു ഫസ്റ്റ് ടൈം ബയറിന് വരുന്ന വീട് വാങ്ങിക്കാൻ വേണ്ടി വരുന്നത് 1,25,957 പൗണ്ടാണ്. 1,25,957 പൗണ്ടാണ് ഈ ഒരു ദൂരത്തിൽ വരുന്നത്. മോർഗേജ് ഏകദേശം 467 പൗണ്ട് വരും പെർ മന്ത്. അതുപോലെ ആവറേജ് റെൻറ്റ് ഒരു 2 BHK വരുന്നത് നല്ലൊരു 2 BHK കിട്ടണമെന്നുണ്ടെങ്കിൽ 796 പൗണ്ട് കൊടുക്കണം. നമുക്കൊരു ദൂരത്തിൽ ഒരു ആവറേജ് 2 BHK കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇന്ത്യൻസൊക്കെ ധാരാളവും ഇന്ത്യൻസും കേരള മലയാളികളും എല്ലാം ഉൾപ്പെടെയുള്ള ധാരാളമുള്ള സ്ഥലമാണ് നമ്മുടെ ദൂരം. സ്കൂളുകളൊക്കെ നല്ല സ്കൂളുകളുള്ള സ്ഥലം തന്നെയാണ് ദൂരം. അതുപോലെ ലണ്ടനിലേക്കുള്ള ദൂരത്തിൽ നിന്ന് ലണ്ടനിലേക്കുള്ളൊരു ദൂരം ഏകദേശം 4.25 മണിക്കൂർ വേണ്ടി വരും. അപ്പം നമ്മൾ 9ാമത് ഈ പട്ടികയിൽ ഉണ്ടായിരുന്ന ദുറമാണ്. ഇനി 10ാമത്തെ സ്ഥലം നമ്മുടെ ഈ ഒരു പട്ടികയിൽ വന്നിരിക്കുന്നത് ഡൊങ്കാസ്റ്ററാണ്. ഡൊങ്കാസ്റ്ററും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. സൗത്ത് യോർക്ക്ഷയർ ഇംഗ്ലണ്ടിലുള്ള ഒരു സിറ്റിയാണ് നമ്മുടെ ഈ ഒരു ഡൊങ്കാസ്റ്റർ. ലീഡ്സിനും ഷെഫീൽഡിനും ഒക്കെ ഏകദേശം നടുക്ക് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് ഈ ഒരു ഡൊങ്കാസ്റ്ററിനെ പറയാം. ആവറേജ് ഒരു പുതിയ വീട് വാങ്ങിക്കുന്ന ആവറേജ് ആസ്കിംഗ് പ്രൈസ് 1,28,062 രൂപയാണ്. 1,28,062 പൗണ്ടാണ് ഈ ഒരു ആവറേജ് ഫസ്റ്റ് ടൈം ബയറിന് വരുന്നത്. അതുപോലെ ആവറേജ് ഒരു മോർഗേജ് പെർ മന്ത് വരുന്നത് 475 പൗണ്ടാണ് അടവ് വരുന്നത്. ആവറേജ് റെൻറ്റ് 2 BHK വരുന്നത് 707 പൗണ്ടാണ്. നമ്മുടെ ഡൊങ്കാസ്റ്ററിൽ ഒരു 2 BHK കിട്ടണമെന്നുണ്ടെങ്കിൽ 707 പൗണ്ടാണ് ഒരു 2 BHK വരുന്നത്. അപ്പോൾ ഡൊങ്കാസ്റ്ററിൽ വളരെയധികം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, ഇന്ത്യൻ ഫുഡുകൾ, ഇന്ത്യൻ
ഷോപ്പുകളൊക്കെ ഉണ്ട്. ഡോങ്കാസ്റ്ററിലെ ടു ലണ്ടൻ നമുക്ക് 3 മണിക്കൂറാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പം ഡോങ്കാസ്റ്റർ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു 10 സ്ഥലങ്ങളാണ് നമ്മുടെ ഈ ONSൻ്റെ ഏറ്റവും അഫോർഡബിളായിട്ട് റെൻ്റ് ഉള്ളത്. ഇപ്പോൾ ഈ ഏറ്റവും അഫോർഡബിളായിട്ട് റെൻ്റ് വാടക ഉള്ളതും. അതുപോലെ തന്നെ നമുക്ക് ഒരു പുതിയൊരു ഫസ്റ്റ് ടൈം ബയ്യറിന് വീട് വാങ്ങിക്കാൻ, നമ്മുടെ ഒരു ബഡ്ജറ്റിൽ വെച്ചിട്ട് വീട് വാങ്ങിക്കാൻ പറ്റിയതുമായിട്ടുള്ള അത്യാവശ്യം നല്ല ആണ് ഈ ഒരു 10 സ്ഥലങ്ങൾ നമ്മുടെ ONSൻ്റെ സർവേയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ UK നമ്മൾ പുതിയതായിട്ട് വരാനിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ UK ഇപ്പോൾ ഉള്ളവർക്ക് ഒരു വാടക കൂടിയ സ്ഥലങ്ങളിൽ നിന്ന് കുറഞ്ഞ സ്ഥലങ്ങൾക്ക് മാറാൻ നോക്കിയിരിക്കുന്നവരും, അതുപോലെ പുതിയ വീടുകൾ വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾ ബാക്കിയുള്ളവരേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ കാണുന്നതിന് മാക്സിമം നമ്മുടെ അടുത്ത ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.